ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കണ്ടു നോക്കണേ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു ഗ്ലാസ് പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം കുതിർന്നതിന് ശേഷം എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രീതിയിലൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതൊന്ന് ഈ ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം ഒരു റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തയ്യാറാക്കി എടുക്കാനായിട്ടാണെങ്കിൽ തലേ ദിവസം രാവിലെ തന്നെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ വൈകുന്നേരം സമയത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ മൊത്തത്തിൽ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു അരമുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ തേങ്ങ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഈ സമയത്ത് ഇതുപോലെ നല്ല രീതിയിലൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിൻ്റെ ഒരു പാകത്തിനാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്ക് പൊങ്ങി കിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നിങ്ങ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു 8 മണിക്കൂർ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എന്നാലാണ് നല്ല രീതിയിലൊന്ന് പൊങ്ങി കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ ഈസ്റ്റും അപ്പക്കാരും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, രാവിലെയാണ് തയ്യാറാക്കി എടുക്കുന്നതെങ്കിൽ നമ്മൾ തലേദിവസം അരച്ച് വെച്ചാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് രാവിലെ ആവുന്ന സമയത്ത് സെറ്റായിട്ട് പൊങ്ങിക്ക് കിട്ടിക്കോളും. ഇപ്പോൾ ഒരു 8 മണിക്കൂറിന് ശേഷം എടുത്തതാണ് കേട്ടോ. നല്ല രീതിയിൽ ബാറ്ററൊക്കെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ. ഇനി ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് പുളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മളിത് ചുട്ടെടുക്കുന്നത് നമ്മളിതുപോലെ ഉണ്ണിയപ്പച്ചട്ടിയിലാണ് കേട്ടോ. ഉണ്ണിയപ്പം കുഴിയപ്പം എന്നൊക്കെ പറയാറുണ്ടല്ലോ, ചില സ്ഥലത്ത് അങ്ങനെ കുഴിയപ്പം എന്നൊക്കെ പറയാറുണ്ട്, അതുകൊണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ ഓയിലൊന്നിങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഇതിൽ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയിലാണെങ്കിൽ നമ്മൾ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണ്ട. ഇതൊരു ഇരുമ്പിൻ്റെതായതുകൊണ്ട് കേട്ടോ ഞാൻ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ബാറ്ററിൽ നിന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ, ഒരു പകുതി ഭാഗം മാത്രം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. എന്നാലാണ് കറക്റ്റായിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ തവീൻ്റെ പുറം വശത്ത് കൊണ്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒഴിച്ചെടുക്കുന്ന അപ്പം തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കരുത്, മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആദ്യം നമ്മൾ ഏതാണോ ഒഴിച്ചു കൊടുത്തത് അതിൽ തുടങ്ങി അങ്ങനെ ഇതുപോലെ തവീൻ്റെ പുറംഭാഗം വെച്ചിട്ടൊന്നെങ്കിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ സൈഡ് ഭാഗത്തൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഉൾഭാഗമൊക്കെ നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്